നമസ്കാരം, ഞാൻ ആസർ പന്നാട്. ചാനൽ 5+ലേക്ക് സ്വാഗതം. എന്താണാവോ ഈ ഇഡിയുടെ വരവിന് പിന്നിൽ? കേരളത്തിലെ മറ്റെല്ലാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഡൽഹിയിൽ നിന്നും പ്രത്യേകം ഓടിയെത്തുന്ന ഒരു അപൂർവ ഇനമാണ് ഇഡി. നരേന്ദ്രമോദിക്ക് വേണ്ടവരെ നല്ല വഴിക്ക് നടത്താനും വേണ്ടാത്തവരെ അടിച്ചമർത്താനുമുള്ള മുട്ടൻ വടിയാണ് ഇഡി. പണ്ടൊക്കെ നമ്മൾ മഴ കാത്ത് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് അന്തരീക്ഷം മേഘാവൃതമാകും. ആകെ ഒരു ഇരുണ്ട് മഴ ഇപ്പോൾ പെയ്യുന്നതിന് കാത്തിരിക്കുമ്പോഴായിരിക്കും അതിശക്തമായ കാറ്റും ഇടിമിന്നലും. പക്ഷേ ഒരു തുള്ളി വെള്ളം പോലും ഭൂമിയിലേക്ക് പതിക്കില്ല. അത് കണ്ട് പഴയ ആളുകളൊക്കെ പറയും, ആ ഉള്ള മഴയും കാറ്റ് കൊണ്ടുപോയി. അതുപോലെയാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇഡിയുടെ വരവും പോക്കൊക്കെ. മലപ്പുറം കത്തി, നാടൻ തോക്ക്, തൊട്ടാ പൊട്ടുന്ന ബോംബ്, എന്തൊക്കെയാണ് അവർ വരവ്. ഇപ്പോൾ കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ട് കാടിളക്കി വന്ന് പിന്നെ പൊടി പോലും ബാക്കിയാക്കാതെ അവർ തിരിച്ചു പോകും. പക്ഷേ ഈ വരവിനും പോക്കിനും ഇടയിൽ പത്രക്കാരും പാർട്ടിക്കാരും ചാനലുകാരുമൊക്കെ ഇഡിയുടെ പിന്നാലെ പോകുമ്പോൾ വേണ്ടപ്പെട്ടവർ തമ്മിൽ അണിയറയിൽ നടക്കുന്ന എന്തൊക്കെയോ രഹസ്യ ഇടപാടുകൾ നമ്മളാരും ശ്രദ്ധിക്കാതെ പോകുന്നു. ഇത്തവണത്തെ വരവും എവിടെയോ പൂരം കലക്കാനോ ആരെയോ പ്രതിഷ്ഠിക്കാനോ ആണോ? നമുക്കറിയാം, പാലക്കാട് ഞാൻ ഓർത്തു, പാലക്കാട് നബിദിന റാലിക്ക് നേരെ വെടിവെച്ച സിറാജുൻ നിസ എന്ന് പറയുന്ന പിഞ്ചു ബാലികയുടെ ജീവനെടുത്ത് എനിക്ക് മേപ്പോട്ട് വെച്ച വെടിയുണ്ടയുടെ എണ്ണമല്ല മരിച്ച മാപ്പിളമാരുടെ എണ്ണമാണ് വേണ്ടതെന്ന് വയർലെസ്സിലൂടെ ആക്രോശിച്ച മുസ്ലിം വിരോധിയായ പോലീസ് ഓഫീസർ എന്ന് മാർക്സിസ്റ്റ് പാർട്ടി കേരളം, അന്ന് കരുണാകരൻ്റെ മുഖ്യമന്ത്രി, കേരളം അങ്ങോളം ഇങ്ങോളം പ്രസംഗിച്ച് നടന്ന രമൺ ശ്രീവാസ്തവ സർവീസിൽ നിന്ന് പിരിഞ്ഞിട്ടും അദ്ദേഹത്തെ പറഞ്ഞയക്കാതെ കൂടുതൽ അധികാരങ്ങളും ആനുകൂല്യങ്ങളും നൽകി പോലീസിൻ്റെ ഉപദേശകനായി നിയമിച്ചതും മോദിയുടെ ഇഷ്ടക്കാരനായ മുൻ DGP ലോകനാഥ് ബെഹ്റയെ പോലീസുകാർക്ക് വാഹനം വാങ്ങിയതിലും പോലീസ് സ്റ്റേഷൻ വൈൻഡടിച്ചെല്ലാം തുടങ്ങി നിരവധി അഴിമതി ആരോപണങ്ങളും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായിട്ടും സർവീസിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷം 5 ലക്ഷത്തിന് മുകളിൽ ശമ്പളവും മറ്റ് ആനുകൂല്യം കൊടുത്ത് കൊച്ചി മെട്രോയുടെ തലപ്പത്ത് കുടിയിരുത്തിയതും പൂരം കലക്കിയത് ഉൾപ്പെടെ നിരവധി ആരോപണങ്ങൾക്ക് വിധേയനായ അജിത് കുമാറിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടിയെടുക്കണമെന്ന് PV അൻവർ മാത്രമല്ല, ഇടതുപക്ഷ മുന്നണിയിലെ CPI അടക്കമുള്ള ഘടകകക്ഷികൾ വരെ വളരെ ശക്തമായി ആവശ്യപ്പെട്ടിട്ടും RSSൻ്റെ നോമിനിയായ അജിത് കുമാറിനെ സംരക്ഷിച്ചു നിർത്തുകയും ഇനിയിപ്പോൾ വരാൻ പോകുന്ന DGP സ്ഥാനത്തേക്ക് തിരികെ കയറ്റാൻ കരുനീക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ഇത്തരം ചില ഡീലുകളുടെ അനന്തരഫലമാണ്. സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ഇത്രയും കാലം മാറ്റി വെച്ച ഒരു കേസ് ലാവ്ലിൻ കേസല്ലാതെ വേറെ ഉണ്ടാകില്ല. ഇതിൻ്റെ അണിയറയിലും ഉദ്ദിഷ്ട കാര്യത്തിൻ്റെ ഉപകാര സ്മരണകൾ മണക്കുന്നുണ്ട് എന്ന് പലരും പറയാറുണ്ട്. പക്ഷേ ഇത്തവണത്തെ വരവ് രണ്ടു കൽപ്പിച്ചാണെന്നാണ് തോന്നുന്നത്. 2018-19 കാലഘട്ടങ്ങളിൽ CMRൽ നിന്നും പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ എക്സാലോജിക് കമ്പനി 1,72,00,000 രൂപ കൈപ്പറ്റിയെന്നും ഇതിൽ തക്കതായ ജോലി അവർ നൽകിയിട്ടില്ല എന്നുമാണ് കണ്ടെത്തൽ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 2013 കമ്പനി ആക്ട് 447 പ്രകാരം വഞ്ചനാ കുറ്റമാണ് ചുമത്തിയത്. SFIO വീണക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഇപ്പോൾ 1 കോടിക്ക് പകരം 2.7 കോടിയാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ കുറ്റപത്രത്തിൽ പറയുന്ന ഈ അന്വേഷണത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ ഇവർ നൽകിയ സ്റ്റേ തള്ളുകയും തുടർന്ന് സുപ്രീം കോടതിയിൽ നിന്ന് താൽക്കാലിക ആശ്വാസം ലഭിച്ചെങ്കിലും ഇത്തവണ സ്റ്റേ അനുവദിക്കാൻ സുപ്രീം കോടതി തയ്യാറായില്ല. മുൻപ് കേസ് പരിഗണിച്ച ബെഞ്ചിലേക്ക് ഏപ്രിൽ 22-ന് കേസ് മാറ്റിവെക്കുകയാണ് ചെയ്തത്. കാര്യങ്ങൾ മറ്റിടപെടലൊന്നും കൂടാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏപ്രിൽ 22-ന് മുമ്പ് തന്നെ വീണയുടെ ഒരു കാര്യത്തിലൊരു തീരുമാനമാകും. അതിനാണ് സാധ്യത. ഇന്നലെ പത്രക്കാരുടെ മുമ്പിൽ പൊട്ടിത്തെറിച്ചും ഉരുണ്ട് കളിച്ചും പിണറായി വിജയൻ്റെ മറുപടിയും അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജും ഒക്കെ കാണുമ്പോൾ എന്തൊക്കെയോ ചില സ്മെല്ലി മിസ്റ്റേക്കുകൾ നമുക്ക് മണക്കുന്നുണ്ട്. കോടിയേരിയുടെ മകൻ്റെ പേരിൽ പണ്ട് കേസുണ്ടായപ്പോൾ അത് മകൻ്റെ വ്യക്തിപരമായ കാര്യമാണ്, പാർട്ടി ഇടപെടേണ്ടതില്ല എന്ന് പറഞ്ഞ കോടിയേരി കാണിച്ച അന്തസ്സ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വീണയ്ക്ക് വേണ്ടി പാർട്ടി ഒന്നടങ്കം രംഗത്ത് വന്നതിനെക്കുറിച്ച് പത്രക്കാർക്ക് ചോദിച്ചപ്പോൾ അത് രണ്ടാണ്. മുഖ്യമന്ത്രിയുടെ മകൾ എന്ന് പറഞ്ഞാണ്, എൻ്റെ പേരും പറഞ്ഞാണ് തുടങ്ങിയത്, അത് രാഷ്ട്രീയമാണ് എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. എന്നാൽ CMRL രേഖയിൽ PV എന്ന പേര് കണ്ടതിനെക്കുറിച്ച് പണ്ട് ചോദിച്ചപ്പോൾ അത് ഞാനല്ല, വേറെ PV എന്ന് പറഞ്ഞ ആളാണ് കേട്ടോ ഈ പിണറായി വിജയൻ. കോടിയേരിയുടെ മകന് കോടിയേരിയുടെ പേര് പറഞ്ഞില്ല ബിസിനസ് നടത്തിയത്, എന്ത് ബിസിനസ്സായാലും. എന്നാൽ ഇന്ത്യയിൽ പ്രത്യേകിച്ചും കേരളത്തിൽ 900 IT കമ്പനികളുള്ള
ഒരു ചെറിയ സേവനത്തിന് ഇത്രയും വലിയ സംഖ്യ നൽകി വീണയുടെ കമ്പനിക്ക് തന്നെ അത് നൽകണമെങ്കിൽ വീണ കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ്റെ മകളായതുകൊണ്ട് തന്നെയാണ്. ചെയ്യാത്ത ജോലിക്ക് കൂലി കൊടുത്തത് മാത്രമല്ല, സർക്കാർ സ്ഥാപനമായ കൊച്ചിൻ മിനറൽസ് ആൻഡ് മെറ്റൽസിൻ്റെ അവർക്ക് ലഭിക്കുന്നതിനേക്കാൾ കരിമണൽ ഈ CMRLന് ലഭിച്ചതിനെക്കുറിച്ചും പ്രകൃതിക്ക് കോട്ടം തട്ടുന്ന കരിമണൽ ഖനനത്തിനെതിരെ പ്രതിഷേധങ്ങളൊക്കെ ഒതുക്കി തീർക്കാനും ചെലവഴിച്ച പണത്തെക്കുറിച്ചും EDയും SFIOയും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത്. വസ്തുതകൾ എത്രത്തോളം എന്ന് എനിക്കറിയില്ല. എന്നാലും ഗോകുലത്തിൻ്റെ സ്ഥാപനങ്ങൾ ഈയിടെ നടന്ന ED റെയ്ഡിൽ എറണാകുളത്തെ ഒരു ഹോട്ടൽ ഇടപാടുമായി അത് ഭരണത്തെ പിടിച്ചു കുലുക്കാൻ പറ്റുന്ന ചില തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്നും പറയുന്നത് കാര്യങ്ങൾ ഞാനിപ്പോൾ പറയുന്നില്ല. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. പണ്ടുള്ള ആളുകൾ പറയുന്ന പോലെ പല നാൾ കള്ളൻ ഒരു നാൾ പിടിവീഴും.